രാവിലെ എണീറ്റപ്പോൾ നമുക്ക് എന്താ പറയുക, എനിക്ക് മനസ്സ് മടുക്കാറുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോണത്. ഇത് സത്യത്തിൽ എന്താന്ന് പറഞ്ഞാലേ, നമ്മുടെ ബാഹുബലി സിനിമ കണ്ടിട്ടില്ലേ എല്ലാവരും? അതിൽ കാലകൂട്ടം വന്നു പോയ വഴിയിൽ പിന്നെ ഒന്നും അവശേഷിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലെ ഒരു അവസ്ഥയാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ കേട്ടോ. കാരണം ഇന്ന് നേരം വിളിച്ചാകുമ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളത്. അപ്പോൾ വരൂ, കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾക്ക് മനസ്സ് മടുക്കും. ഈ ഒരു അവസ്ഥയിലാണ് എനിക്ക് അങ്ങനെ തോന്നാറുള്ളത് കേട്ടോ. വേറൊരു അവസ്ഥയിലും എനിക്ക് അങ്ങനെ തോന്നാറില്ല. അപ്പോൾ എന്നെക്കാളിലും എന്താ പറയുക, 2 അടി ഉയരം എന്ന് പറഞ്ഞാൽ കൂടുതലേ ഉള്ളൂ, കുറവില്ല ഒട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ചേമ്പാണ് ഈ കിടക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ചേമ്പിൻ്റെ അവസ്ഥ. ഇത് എത്രത്തോളം വലിപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ മനസ്സിലായിട്ടുണ്ടാവും. കാരണം വീഡിയോയിൽ കൂടെ നമ്മൾ ഇത് പ്രാവശ്യം കാണിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. എന്തായാലും അതിനുള്ള ഒരു അവസരം കിട്ടിയില്ല. അപ്പോഴേക്കും ഇത് പോയി. അപ്പോൾ ഇന്നലെ രാത്രിയത്തെ ഒരു അങ്കാണി കാണുന്നത് പന്നി വന്നിട്ട് നശിപ്പിച്ചിട്ടുള്ള ഈ ഒരു സംഭവം, ഇത് ഒരാളൊന്നല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഇത്രയും വലിയൊരു ചേമ്പ് മറിച്ചിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരാൾക്ക് ഒരു പന്നിയെ കൊണ്ട് കൂട്ടിയാൽ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ ഈ ഒരു ചേമ്പ് കണ്ടപ്പോൾ തന്നെ, ഈ ഒരു കിടപ്പ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എത്രത്തോളം വലിയൊരു ചേമ്പായിരുന്നു എന്നുള്ളത്. കണ്ടോ, ഇതാണ് ഒരവസ്ഥ. ഇത് കംപ്ലീറ്റ് ഈ കട അങ്ങനെ മൊത്തം അങ്ങോട്ട് തിന്ന് ഇത് പറിച്ചിട്ടിരിക്കുക. എല്ലാം ഇതാ ഓരോരോ വഴിക്ക് ഇതിൻ്റെ തണ്ടുകൾ, ഇതിൽ നിന്ന് തന്നെ കുറേ ഇത് പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പഴക്കമുള്ള ഇതാണ് നമ്മുടെ ഈ ഒരു ചേമ്പ് കേട്ടോ. അപ്പോൾ ഏകദേശം ചേമ്പിൻ്റെ അവസ്ഥ ഇതാ ഈ ഒരു നിലയ്ക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കർഷകർ എങ്ങനെയാണ് കൃഷി ചെയ്യുക എന്നുള്ളത് മനസ്സിലാവില്ല ഈ ഒരു അവസ്ഥ വെച്ച് നോക്കും. ഏകദേശം ഇപ്പം നമ്മുടെ പറമ്പിലെ ചേമ്പ്, ചേന, കണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പലതരത്തിലുള്ള ചേമ്പുകൾ ഉണ്ടായിരുന്നു. വയലറ്റ് ചേമ്പ്, ചെറു ചേമ്പ്, ചേന ഒരുപാടുണ്ടായിരുന്നു. ഓണത്തിന് കൂടി പറിക്കാത്ത ചേന ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതുപോലെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇത്രയും വലിയ സംഭവം ഇങ്ങനെ ചെയ്യുന്ന ആരും വിചാരിച്ചിട്ടില്ല. ഒരു വീഡിയോ പോലും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല ഇത്രയും വലിയൊരു ചേമ്പിൻ്റെ. അത് മാത്രമല്ല, കണ്ടോ ഇതിൻ്റെ കട കിടക്കണം. നമുക്ക് സാധാരണ ഒരു എന്താ പറയുക, നമുക്ക് ഒരാളെ കൊണ്ട് പോലും ഇതിൻ്റെ കട ഇത്രയും പൊക്കാനും കൂടി പറ്റില്ല. നമ്മളെ മനസ്സ് കൃഷി ചെയ്യുമ്പോൾ മടുക്കുക. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തുണ്ടാക്കിയിട്ട് നമുക്ക് കിട്ടുന്ന ഓരോ പ്രതിഫലമാണ് ഈ കാണുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ കർഷകരുടെയൊക്കെ ഉള്ളു പൊള്ള എന്ന് പറയില്ലോ, അങ്ങനത്തെ ഒരു കാഴ്ചയാണ്. അപ്പം നമുക്ക് ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരുടെ ആ ഒരു തൂണി കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുക കേട്ടോ.